ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ UPSC എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം ഒക്കെ? ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ ഈ പറയുന്ന UPSC എക്സാമിന് വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്ന വഴി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വാഹനത്തിന്റെ പേര് എന്താണ്? പേര് പുഷ്പക് എന്നാണ് പേര് കേട്ടോ. ഇത് നമ്മൾ മാർച്ച് 24 നമ്മുടെ യൂട്യൂബില് നമ്മുടെ കേരള PSC എൻട്രിയുടെ കേരള PSC ചാനലില് യൂട്യൂബ് വഴി രാവിലെ 9 മണിക്ക് കൊടുക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. മാർച്ച് 24 തീയതിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്തത് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ്. എൻ്റെ തിങ്കൾ തൊട്ട് വെള്ളി വരെയാണ് എൻ്റെ ക്ലാസ് ഉള്ളത്. ആ തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മൾ എടുത്തോണ്ടിരുന്നതിൽ മാർച്ച് 24, അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് വന്ന ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ ISRO നിർമ്മിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ 2ാം ലാൻഡിംഗ് പരീക്ഷണവും വിജയം എന്നതായിരുന്നു കറണ്ട് അഫയേഴ്സ്. ഈ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? RLV LEX-02, റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിൾ LEX-02. ഇത് അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പുഷ്പക്. ഇതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. അപ്പൊ RLVയുടെ, അതായത് റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിളിന്റെ കൂടുതൽ സങ്കീർണമായിട്ടുള്ള 2ാം ഘട്ടം എവിടെയാണ് നടന്നത്? കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് നടന്നത്. ബഹിരാകാശത്ത് പോയി വരാൻ ഉപയോഗിക്കുന്ന പുഷ്പക് വാഹനം ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗഗൻയാന് വേണ്ടിയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടിയാണ് അങ്ങനെ പോയി വരാൻ കഴിയുന്ന ഈ മാതിരി ഒരു റീയൂസബിൾ ലോഞ്ചിങ് വെഹിക്കിളിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത, സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? അഗ്നി 5 ആണ്. ഇത് നമ്മുടെ ഏപ്രിൽ 29 നമ്മൾ എടുത്ത ക്ലാസ്സിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. ഇപ്പൊ മിഷൻ ദിവ്യാസ്ത്ര എന്ന് പേരിട്ട ഈ പറയുന്ന അഗ്നി 5ന്റെ വിക്ഷേപണം എന്താണ്? ഈ ഒരു വിക്ഷേപണം വിജയിച്ചതോടെ US, UK, റഷ്യ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആരും വന്നു? നമ്മുടെ ഇന്ത്യയും വന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് മിസൈൽ പ്രവർത്തിച്ചത്. അതാ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നത്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ഇൻഡിപെൻഡന്റ്ലി, അതായത് സ്വതന്ത്രമായി, അല്ലെ? സ്വതന്ത്രമായി, ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച മിസൈൽ, അതായത് റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച മിസൈലാണ് ഏത്? അഗ്നി 5. ഇതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത് കേട്ടോ. അഗ്നി 5 മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച DRDO ശാസ്ത്രജ്ഞരുടെ സംഘത്തെ നയിച്ചത് ആരാണ്? ഷീന റാണിയാണ്. മലയാളിയായിട്ടുള്ള ഷീന റാണിയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പം അതുകൊണ്ട് ഈ ഒരു വ്യക്തി അറിയപ്പെടുന്ന പേരെന്താണ്? ഈ പദ്ധതിയുടെ പേര്, ഈ മിഷൻ ഇട്ട പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് ഇട്ടത്. അപ്പൊ ഈ ഷീന റാണി ഇപ്പൊ അറിയപ്പെടുന്ന പേര് ഇന്ത്യയുടെ ദിവ്യപുത്രി എന്നാണ് കേട്ടോ. ഇന്ത്യയുടെ ദിവ്യപുത്രി, അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചതാണ്, മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ 100 കോടി പിഴ ചുമത്തിയ കോർപ്പറേഷൻ ഏത് എന്നാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചി കോർപ്പറേഷൻ ആണെന്ന്. അപ്പൊ ഏതാണിതാ? ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്ന് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഏപ്രിൽ 18 നമ്മൾ പഠിച്ച ക്ലാസ് ആണ്. അപ്പൊ ഏതാണ് ഉത്തരം? ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ്. അപ്പൊ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, ഇത് നമ്മുടെ ജൂൺ 3, 4 തീയതികളിൽ എടുത്ത ക്ലാസ്സിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്.
ഉത്കല ആഭ്യന്തര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇത്രയും പറഞ്ഞതിനകത്ത് ഈ പറയുന്ന പുഷ്പക് എന്ന് പറയുന്ന ചോദ്യം, പുഷ്പക് ഈ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല നമ്മുടെ LP-UP സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയിരുന്നു സുജേഷ് പുറക്കാട് സാറിന്റെ ബ്ലൂ പ്രിന്റിൽ നിന്ന്. അപ്പൊ അതിലും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതിലും പറഞ്ഞ എന്താണ് കണ്ടന്റ് ആണ് പുഷ്പകിന്റെ കാര്യം. ഓക്കെ, ഇനി അതുപോലെ അടുത്ത ചോദ്യം, ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? സുജേഷ് പുറക്കാട് സാറിന്റെ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു COVID-19 പറ്റി പഠിക്കാൻ, അല്ലേ? COVID-19 പറ്റി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. കുറച്ച് എന്താണ് ഏറ്റവും പുതിയത്, അത്രയും അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഓർമ്മ നിൽക്കൂ. ഓരോ വാക്സിനും വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇത് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരുന്നു. നോവാവാക്സ് ആണ് ഉത്തരവായിട്ട് വരുന്നത് കേട്ടോ. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ഏതാണ്? നോവാവാക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. ജൂലൈ 26 കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നു. ഡേ ആൻഡ് തീം എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡേ ആൻഡ് തീം ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി ഏത് എക്സാം ആണെങ്കിലും അതും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഏതാണ്? കോഴിക്കോടാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ജൂൺ 23 കറണ്ട് അഫയേഴ്സ് ആണ്. ജൂൺ 23 കറണ്ട് അഫയേഴ്സ് ആണ്. എക്സാം നടന്നത് ജൂലൈ 6 ആണ്. ഏകദേശം ഒരു 14 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതായത് PSC അത്രയും അപ്ഡേറ്റഡ് ആണ്. അപ്പം നിങ്ങളും അതനുസരിച്ച് അപ്ഡേറ്റഡ് ആവണം. അല്ലാതെ PSC ഒരു 2 മാസം മുന്നേ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. ഇപ്പം നമ്മുടെ യുഗം AI യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു AI-നെ ഇനി PSC പ്രയോജനപ്പെടുത്തും. ചിലപ്പോൾ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം ഇത്രയും അടുത്തുള്ള കറണ്ട് അഫയേഴ്സ് വരെ PSCക്ക് ഇടാനായിട്ട് സാധിക്കുന്നത്. ഇനി PSC അത് ഇട്ടു എന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ PSC അത്രയും അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. അപ്പം നമ്മളും അത്രത്തോളം അപ്ഡേറ്റഡ് ആവണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഇതും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ, ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ തന്നെ എടുത്ത കാര്യമാണ്. ജൂൺ 23 ക്ലാസ് എടുത്തപ്പം ഈ ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സാഹിത്യ നഗരം, കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനു മുമ്പ് എന്താണ് ഈ കാര്യങ്ങൾ കുറെ നാളും കൊണ്ടേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലായിരുന്നു. ആവാൻ പോകുന്നു എന്നേ ഉള്ളായിരുന്നു. ഇപ്പൊ ഒഫീഷ്യലായിട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ആര് വന്നു? കോഴിക്കോട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി കാഞ്ചനക്കൂട്ടത്തിന്റെ അഴിയിൽ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണ്? വള്ളത്തോളാണ് കേട്ടോ. വള്ളത്തോളാണ്. ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ M ലീലാവതി റീസെന്റ് ആയിട്ട് ആത്മകഥ എഴുതി, ധ്വനിപ്രയാണം എന്ന ആത്മകഥ എഴുതി. ചിലപ്പോൾ ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന ധ്വനിപ്രയാണം എന്ന് പറയുന്ന ആത്മകഥ എഴുതിയത് കൊണ്ടാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചോദ്യം വന്നത്. ഇത് കറണ്ട് അഫയേഴ്സ് ചോദ്യമല്ല, പക്ഷെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യമാണ്. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തവർക്കറിയാം നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പം PSC ചോദിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കും, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കും, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ചോദ്യം ചോദിക്കും, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK ചോദ്യം ചോദിക്കും, ഹോട്ട് ടോപ്പിക്സ്. ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ PSCയുടെ GK എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്കും കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പറയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡിലം റീസെന്റ് ആയിട്ട് വയലാർ അവാർഡ് കിട്ടിയതാണ്. ഇത് PSC ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യം ചോദിച്ചിരുന്നു. ഓക്കെ, ഇപ്പൊ ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം ഇത് ഇപ്പം ചോദ്യം ചോദിച്ചു. ഓക്കെ, റിലേറ്റ് ചെയ്തുള്ള ചോദ്യം ചോദിച്ചു. ഇനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ റീസെന്റ് ആയിട്ട് ഈ ഒരു ചോദ്യവും ഇപ്പം ചോദിച്ച ചോദ്യമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷിയാണ്. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ഏതാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. നമ്മൾ പറഞ്ഞതാണ് വാർഷികങ്ങൾ നോക്കാതെ എക്സാമിന് പോവരുത്. വാർഷികങ്ങൾ എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് വാർഷികം നമുക്ക് പറയാൻ പറ്റില്ല, ഇഷ്ടംപോലെ ഉണ്ടല്ലേ വാർഷികങ്ങൾ. ആ 50-ാം വർഷത്തിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം
എന്താണ് അതിന്റെ വാർഷികത്തിൽ ആചരിക്കുന്നതാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് 2022 വാർഷികം ആഘോഷിച്ചത് വരെ ചോദിച്ചു. 50-ാം വാർഷികം ആഘോഷിച്ച മണിപ്പൂര്, നാഗാലാൻഡ്, ത്രിപുരയുടെ കാര്യം വരെ ചോദിച്ചു. അപ്പൊ ഈ വാർഷികങ്ങൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏത് എക്സാമിനാണ് നിങ്ങൾ പോകുന്നതെങ്കിലും വാർഷികം നോക്കാതെ പോകരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഇപ്പൊ നടന്ന UPSC എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പൊ സോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ എൻട്രി ആപ്പ് ഫോളോ ചെയ്ത എത്രമാത്രം ഗുണമുണ്ട്, എൻട്രിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഫോളോ ചെയ്താൽ എത്രമാത്രം ഗുണമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. റീസെന്റ് ആയിട്ട് നടന്ന എല്ലാ ക്വസ്റ്റ്യൻസ് പേപ്പറുകളിലും നമ്മുടെ 10th ലെവൽ എക്സാം ആണെങ്കിൽ 10th ലെവലിൽ 20 മാർക്കോളമാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. റീസെന്റ് ആയിട്ട് നടന്ന 20 മാർക്കിന് വരുന്ന കറണ്ട് അഫയേഴ്സിൽ ഒരു 17+ ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂലി വർക്കറിന് 20 ആണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദ്യമെങ്കിൽ 25 ചോദ്യം നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ് വന്നത്. അങ്ങനെയാണ് വന്നത് അല്ലേ? അതുപോലെ റീസെന്റ് ആയിട്ട് വന്ന എല്ലാ എക്സാമുകളിലും, അതായത് ഇപ്പം ഡിഗ്രി ലെവലിന്റെ തന്നെ LSDSന്റെ ആണെങ്കിൽ 10 ചോദ്യത്തിൽ 7 ചോദ്യവും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഡെയിലി പത്രവാർത്ത പഠിക്കുന്നതുകൊണ്ട് അത്രമാത്രം ഗുണമുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ്? ഡെയിലി കറണ്ട് അഫയേഴ്സ് പത്രത്തിലൂടെയാണ് പഠിക്കുന്നത്. അതായത് 4 പത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2023 ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ ടോപ്പിക്സും നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്, ഹോട്ട് ടോപ്പിക്സ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ 1.5-2 മണിക്കൂർ വരുന്നത് നമ്മുടെ രാവിലെ 9 മണിക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്ലാസ് നിങ്ങൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 20 മാർക്കിൽ 20 മാർക്ക് ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അറിയാത്തവരുണ്ട് എന്ത് ചെയ്യുക, ഇനി തൊട്ടെങ്കിലും ക്ലാസ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.